നമസ്കാരം. എല്ലാ ഘടകങ്ങളും ജയിക്കുമെന്ന് റിപ്പോർട്ട് നൽകിയ കോട്ടയവും ആലപ്പുഴയും CPMന്റെ പട്ടികയിൽ തോൽക്കുന്നവരുടെ ലിസ്റ്റിൽപ്പെടുന്നു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയെ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ ആക്കാവുന്ന സ്വത്ത് കണക്ക്, പാർട്ടി മാറ്റങ്ങൾ എന്നിവയിലടക്കം CPMൽ നിന്ന് വേണ്ടത്ര പിന്തുണ തോമസ് ചാഴിക്കാടിന് ലഭിച്ചില്ല എന്നുള്ള വിലയിരുത്തലുണ്ടാകുന്നുണ്ട്. പാലായ്ക്ക് പുറമെ കോട്ടയത്ത് കൂടി തോറ്റാൽ കേരള കോൺഗ്രസിൻ്റെ നിലപാട് എന്താകും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആലപ്പുഴയിൽ തോറ്റാലും CPMൽ പൊട്ടിത്തെറി ഉറപ്പ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 12 സീറ്റുകളിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന CPMന്റെ പട്ടികയിൽ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള ആലപ്പുഴയും കോട്ടയവും ഇല്ലാത്തത് ഇടതുമുന്നണിയിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശബരിമല തരംഗത്തിലും വീഴാതെ നിന്ന ആലപ്പുഴയിലെ ഇത്തവണ അവിടെ ജയിക്കുമെന്നുള്ള CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലുണ്ട് എങ്കിൽ കൂടിയും 25,000-നും 50,000-നും ഇടയിലുള്ള വോട്ടിന് ജയിക്കുമെന്നുള്ള ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള R. നാസർ നൽകിയ റിപ്പോർട്ട് പക്ഷേ CPM എന്തുകൊണ്ടോ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ആലപ്പുഴയെ പരാജയപ്പെടുന്ന സീറ്റുകളുടെ അല്ലെങ്കിൽ തോൽക്കുന്ന സീറ്റുകളുടെ പട്ടികയിലേക്ക് ചേർത്തിരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ മത്സരിച്ചിട്ടുള്ള കോട്ടയത്തും അവിടെയും ജയിക്കുമെന്നാണ് ജില്ലാ നേതൃത്വം നൽകിയിരിക്കുന്ന ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതും സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കണക്കിലെടുത്തിട്ടില്ല. അതും പരാജയ ലിസ്റ്റിലേക്ക് മാറ്റിവെക്കുന്നു. അക്ഷരനഗരി ഉൾപ്പെടുന്ന മണ്ഡലത്തെയും തോൽക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് തള്ളുകയാണ് CPM സംസ്ഥാന നേതൃത്വം ചെയ്തിരിക്കുന്നത്. ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി, തൃശ്ശൂർ, പാലക്കാട്, ആലത്തൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ് CPMും LDFും വിജയസാധ്യത കാണുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് പാലയാകുമോ കോട്ടയം എന്നുള്ളതാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ വരവോടെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടന്ന കോട്ടയത്ത് പക്ഷേ മുന്നണിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായിട്ടുള്ള ഈഴവ വോട്ടുകൾ, ആ ഈഴവ വോട്ടുകൾ വൻതോതിൽ NDA സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ CPMന്റെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. ആരോ കാലുവാരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. കോട്ടയവും ഏറ്റുമാനൂരും പാലയും വൈക്കം നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു പ്രവണത ശക്തമായിരുന്നു എന്നാണ് CPMന് ലഭിച്ചിരിക്കുന്ന കണക്ക് എന്നാണ് പറയപ്പെടുന്നത്. CPMകാർ തന്നെ കാലുവാരിയോ എന്നറിയില്ല കേട്ടോ. ക്രൈസ്തവ വിഭാഗത്തിൽ കത്തോലിക്ക, ഓർത്തഡോക്സ് വോട്ടുകളിൽ നല്ലൊരു ശതമാനം UDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ന് CPM പറയുന്നുണ്ട്. ഇതാണ് കേരള കോൺഗ്രസ് മത്സരിച്ച കോട്ടയം സീറ്റ് നഷ്ടപ്പെട്ടേക്കും അല്ലെങ്കിൽ പരാജയപ്പെടുമെന്നുള്ള വിലയിരുത്താൻ കാരണമെന്ന് ആണ് CPM നേതൃത്വം ഇപ്പോൾ പറയുന്നത്. കേരള കോൺഗ്രസ് UDF വിട്ട് ഇടതുമുന്നണിയിലെത്തിയ ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു ഈ 2024 നടന്നത്. കഴിഞ്ഞ തവണ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിജയിച്ച് കോട്ടയത്ത് ഇടതുമുന്നണി ബാനറിൽ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്ന തോമസ് ചാഴിക്കാടന് CPM ജില്ലാ പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എന്ന് പറയാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പാരവച്ചതാരാണ്? പാർട്ടിക്കാരായിട്ടുള്ള SNDPക്കാരുടെ വോട്ടുകൾ ചോരാതിരിക്കുവാൻ CPMന് വേണ്ടത്ര ജാഗ്രത ഉണ്ടായോ എന്നുള്ള സംശയം കൂടി ബാക്കിയാകുന്നുണ്ട്. എങ്കിൽ അതിനർത്ഥം CPM പാരവച്ചു എന്ന് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുള്ള ധനസമാഹരണം മുതൽ താഴെത്തട്ടിലുള്ള പരിപാടികളുടെ സംഘാടനം വരെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബാധ്യതകളും കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. CPM ശ്രദ്ധിച്ചില്ല കേരള കോൺഗ്രസ് എമ്മിനെ. എന്നാൽ UDF സ്ഥാനാർത്ഥിയെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമായിരുന്ന സ്വത്ത് കണക്കുണ്ടായിരുന്നു. ആ സ്വത്ത് കണക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള മുന്നണി, പാർട്ടി മാറ്റങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള വിവാദത്തിലടക്കം CPMൽ നിന്ന് വേണ്ടത്ര രാഷ്ട്രീയ പിന്തുണ ഈ ചാഴിക്കാടിന് ലഭിച്ചതില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു വാക്കുമിണ്ടാൻ CPM തയ്യാറായില്ല. ഏത് സ്ഥാനാർത്ഥിയെ തൊടാൻ കൂട്ടാക്കാതെ ഇടത് സർക്കാർ നേട്ടങ്ങളും ചാഴിക്കാടിൻ്റെ വികസന നേട്ടങ്ങളും എടുത്തു കാട്ടിയായിരുന്നു CPMന്റെ പ്രധാന പരിപാടികൾ നടപ്പിലായത്. അതുമാത്രം കൊണ്ട് മുന്നേറാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും ഈ കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടേ ഇരുന്നുവെങ്കിൽ കൂടിയും CPM കേന്ദ്രങ്ങൾ അതിനെ ഗൗരവമായി എടുത്തില്ല, ഗവനിച്ചില്ല എന്നതാണ്. ജില്ലയിലെ CPMന്റെ തലതൊട്ടപ്പനായിട്ടുള്ള മന്ത്രി VN വാസവൻ്റെ ഭാഗത്ത് നിന്ന് പ്രചരണ തന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധക്കുറവുണ്ടായി എന്നുള്ള പരാതി അടക്കം ഇപ്പോൾ മുന്നണിയിൽ സജീവ ചർച്ചയായി മാറുകയാണ്. അപ്പോൾ CPM മാറി നിന്നു. സാമുദായിക പിന്തുണയ്ക്കൊപ്പം CPM വോട്ടുകൾ കൂടി ചോർന്നോ എന്നതടക്കമുള്ള പറച്ചിലുകൾ ഇപ്പോൾ കോട്ടയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കേരള കോൺഗ്രസിനകത്തുണ്ടാകുന്നു. 2 ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ CPM പ്രവർത്തകർക്ക് മടിയുണ്ട് എന്നുള്ള പ്രചാരണമാണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പറയട്ടെ.
CPM വിലയിരുത്തൽ ശരിവെച്ചുകൊണ്ട് വേണമെങ്കിൽ കോട്ടയത്ത് തോൽവി ഉറപ്പിക്കാം. തോൽവി പിണഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ ചലനങ്ങളുടെ തുടക്കമിടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം, അതായത് പാലാ നിയമസഭാ സീറ്റിൽ പാർട്ടി ചെയർമാനായിട്ട് ജോസ് കെ മാണി പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കോട്ടയം ലോക്സഭാ സീറ്റിൽ കൂടി ഇപ്പോൾ തോറ്റാൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരള കോൺഗ്രസിൻ്റെ ഭാവി UDFിലായിരിക്കും സുരക്ഷിതം എന്ന സന്ദേശമാകും അത്തരമൊരു തെരഞ്ഞെടുപ്പ് ഫലം നൽകുക എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. അതായത് അത്തരമൊരു രാഷ്ട്രീയ തിരിച്ചടിയിൽ വീണ്ടും കേരള കോൺഗ്രസ് എം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കാൻ പോകുന്നതാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഫലം മറിച്ചാണെങ്കിലോ? ഫലം മറിച്ചാണെങ്കിൽ അത് കോൺഗ്രസ് എമ്മിൻ്റെ നിലപാടുകൾ ജനം ശരിവയ്ക്കുന്നു എന്നുള്ളതിനുള്ള തെളിവായിട്ട് വേണമെങ്കിൽ പറയുകയും ചെയ്യും. അങ്ങനെ ആലപ്പുഴയിൽ കണക്കല്ല, കണക്കുകൂട്ടലുകളാണ് പിഴയ്ക്കുന്നത്. അതാണ് നമുക്കറിയേണ്ടത്. നമുക്കറിയാം, ആലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ KC വേണുഗോപാലിൻ്റെ കടന്നുവരവോടുകൂടി കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന സ്ഥലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്നുള്ളത്. ആ ലോക്സഭാ മണ്ഡലത്തിൽ CPMൻ്റെ പ്രതീക്ഷകൾ തകിടം മറിക്കുകയാണ് വേണമെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. കാരണം NDA സ്ഥാനാർത്ഥിയായുള്ള ശോഭാ സുരേന്ദ്രൻ കൂടി എത്തിയതോടുകൂടി അവിടുത്തെ മത്സരം വീണ്ടും കടുപ്പമേറിയതായി. ഇതോടെ അവിടെ ഉറച്ച വോട്ട് ബാങ്കായി കണക്കാക്കിയിരുന്ന സാമുദായിക സംഘടനകളുടെ പിന്തുണയിലും ഇളക്കം തട്ടി തുടങ്ങി ആലപ്പുഴയിൽ. മണ്ഡലത്തിലെ നിർണായക ശക്തികളായിട്ടുള്ള ധീവരസഭകൾ ഈഴവ വോട്ടുകളിലൊക്കെ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് കണക്കാക്കുകയാണ് CPM. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബം എന്ന് പറയപ്പെടുന്നത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രകടമായി ഇറങ്ങി. അങ്ങനെ പ്രകടമായി ഇറങ്ങിയതും CPM അപായ സൂചനയായി കണക്കാക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിജയിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് അവിടെ. അതുപോലെ നായർ സമുദായത്തിൽ നിന്ന് കാര്യമായിട്ട് പിന്തുണ ലഭിച്ചിട്ടില്ല. വോട്ടെടുപ്പിന് ശേഷമുള്ള CPMൻ്റെ കണക്കുകൂട്ടുകളിൽ തെളിയുന്നത് അതാണ്. NSSും തള്ളിക്കളഞ്ഞു എന്നതാണ്. KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായതോടുകൂടി നായർ വോട്ടുകൾ UDFിലേക്ക് പോയി എന്നാണ് CPMൻ്റെ വാദം. ഇതിൽ BJPക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് CPM അടക്കം കരുതുന്നുണ്ട്. അതായത് മൊത്തം NSS വോട്ടുകളും KC വേണുഗോപാലിന് ലഭിച്ചു. എന്നാൽ ഇത് മാത്രമല്ല ആലപ്പുഴയിൽ സംഭവിച്ചതെന്നാണ് CPM നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിലെ അടക്കം പറച്ചിലെന്ന് പറഞ്ഞത്. കാരണം ഈ 3 വട്ടം അരൂരിൽ നിന്ന് നിയമസഭാ അംഗമായും 1 തവണ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭാ അംഗമായും ജയിച്ച ആരിഫിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനോട് ജില്ലയിലെ നല്ലൊരു വിഭാഗം CPM നേതാക്കൾക്കും അണികൾക്കും താല്പര്യമില്ലായിരുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ടായിരുന്നു. അത് മറച്ചു വെച്ചു. ആരിഫിനെ മത്സരിപ്പിച്ചാൽ ജയസാധ്യതയില്ല എന്ന വിലയിരുത്തലിൽ ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടോ ചെവിക്കൊണ്ടില്ല. ജില്ലയിലെ പാർട്ടി പ്രവർത്തകരോടും പ്രാദേശിക നേതാക്കളോടും ഇഴയടുപ്പമുള്ള ബന്ധം ആരിഫിന് ഇല്ലായിരുന്നു എന്നും അതാണ് ആരിഫിന് ദോഷം ചെയ്യുന്നത് എന്നും പറയേണ്ടി വരും. ആലപ്പുഴയിൽ തോൽവിയുണ്ടായാൽ അത് ജില്ലയിലെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സുധാകരൻ അടക്കമുള്ളവരുടെ ഇടപെടലുകൾ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സലാം ഉൾപ്പെടെയുള്ള ഇന്ന് MLA ആയിട്ടുള്ള സലാം ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ പലതരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ച സുധാകരൻ പലപ്പോഴും പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിന്നിരുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ എന്ന് പറയപ്പെടുന്ന. കായംകുളത്ത് അടക്കമുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കാൻ കഴിയാതെ മാറി നിൽക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം CPMലെ നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാർത്തയായിരുന്നു. അത്തരത്തിൽ ഇപ്പോഴും ഈഴവ ഘടകങ്ങളിലും നായർ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോയിട്ടുണ്ട് എന്നും ആ വോട്ടുകൾ ലഭിക്കില്ല എന്നും മുൻകൂർ ജാമ്യം എടുക്കുന്നത് CPM എന്തിനാണ് എന്ന് പറയണം. കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ വിജയിക്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നത് എന്തുകൊണ്ടാണ്? ആലപ്പുഴയിൽ ആരിഫ് പരാജയപ്പെടുമെന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. CPM ജില്ലാ നേതൃത്വം ഒരിക്കലും അംഗീകരിക്കാത്ത നേതാവാണ് ആരിഫ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ജില്ലാ നേതൃത്വം അംഗീകരിക്കാത്ത ഒരു നേതാവിനെ സംസ്ഥാന നേതൃത്വം തള്ളിയിറക്കി കൊണ്ടുവന്നതിൻ്റെ ഫലം പരാജയമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ പോലൊരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ 2 ചിഹ്നത്തിൽ വോട്ട് ചെയ്യുവാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയപ്പെടുന്ന CPMകാരെ നമുക്ക് കേരളത്തിൽ ഉടനീളം കാണാൻ കഴിയും. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലല്ലാതെ വോട്ട് ചെയ്യുവാൻ താല്പര്യമില്ലാത്ത ഒട്ടനവധി അണികൾ സഖാക്കളുണ്ട് ഈ കേരളത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ 2 വോട്ട് ചെയ്യുക എന്നൊരു താല്പര്യം ഇല്ലാത്ത സഖാക്കൾമാർ കൂടി ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുവാൻ എന്തുകൊണ്ടാണ് CPM തയ്യാറാകുന്നത്? അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം
പാലം വലിച്ചിട്ടുണ്ട് കൂടെ നിന്ന CPM എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പാലം വലിയുടെ ഫലമായിരിക്കും മാരിഫിനും ഇങ്ങ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടനും ലഭിക്കാൻ പോകുന്നത്. ഇവർ രണ്ടുപേരും പരാജയപ്പെടുകയാണെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് CPM ഈ പാലം വലിക്കുന്ന ടീമുകൾ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.